ഹേ ഗൈസ് മച്ചന്മാരെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം വൺ പീസ് റെല്ലി വോയിഡ് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ സ്വന്തം ഏൻഷ്യൻ വെപ്പൺസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ റിയലി നമ്മുടെ വൺ പീസ് റെല്ലി ആ ഒരു വോയിഡ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എല്ലാവരുടെയും റിയലി ആ ഒരു മൈനസിന് ഇറേസ് ചെയ്ത ആ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു നമ്മുടെ ആ ജോയിബോയുടെ കാലത്തൊക്കെ. സോ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു വേൾഡിനെ മൊത്തത്തോടെ റിയലി നശിപ്പിക്കാൻ പറ്റുന്ന ഒരു 3 റിയലി ഏൻഷ്യൻ വെപ്പൺസ് ആയിരുന്നു റിയലി ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടായിരുന്നു നമ്മളിന്ന് റിയലി നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം നമുക്ക് ആ 3 ഏൻഷ്യൻ വെപ്പൺസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാം. ആദ്യമായിട്ടുള്ളത് നമ്മുടെ ഒരു പൊസൈഡൻ ആണ്, യുറാനസ് ആൻഡ് പ്ലൂട്ടോൺ. ഈ 3 നമ്മുടെ ആ ഒരു 3 ഏൻഷ്യൻ വെപ്പൺസ് എന്ന് വെച്ചാൽ. അപ്പോൾ ആദ്യം നമ്മൾ ഓരോരുത്തർ കേസ് എടുത്ത് ഞാൻ പറഞ്ഞു നോക്കാം. അപ്പം ആദ്യം നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം പ്ലൂട്ടോനെ കുറിച്ചായിരിക്കും. അപ്പം പ്ലൂട്ടോൺ എന്ന് വെച്ചാൽ ഒരു ഏൻഷ്യൻ ബാറ്റിൽ ഷിപ്പാണ്. അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു വോയിഡ് സെഞ്ചുറി സംബന്ധിച്ചിട്ടായിരുന്നില്ല അതിൻ്റെ കൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അപ്പം അതെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ്ങസ്റ്റും വളരെയധികം എന്താ പറയുക ബാറ്റിൽ ഷിപ്പാണ്. അത് നമുക്ക് എത്രമാത്രം പ്രതീക്ഷിക്കാം. അതിന് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വളരെ നല്ലൊരു വെപ്പൺസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാറ്റിൽ ഷിപ്പായിരുന്നു നമ്മുടെ എന്താ പറയുക ഈ ഒരു പ്ലൂട്ടോൺ എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒരു പ്ലൂട്ടോൺ റിലി നമ്മുടെ ആ ഒരു വാട്ടർ സെവനിലായിരുന്നു നമ്മുടെ കൺസ്ട്രക്ഷൻ മറ്റു കാലം നടന്നത്. അപ്പോൾ വാട്ടർ സെവൻ നമുക്കറിയാം നമ്മുടെ ഷിപ്പുകളുടെ മാനുഫാക്ചറിങ് വളരെയധികം വളരെയധികം എന്താ പറയുക വേറെ ലെവലായിട്ട് ആൾക്കാർ റിലി ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ വാട്ടർ സെവൻ എന്ന് വെച്ചാൽ. സോ അങ്ങനെ അവിടെ ഒരു കൺസ്ട്രക്ഷൻ മറ്റു കാലമൊക്കെ നടന്ന് നമ്മുടെ ആ ഒരു വോയിഡ് സെഞ്ചുറി ആ ഒരു ഷിപ്പ് റിലി ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഷിപ്പ് എന്നാണ് ഇത്രമാത്രം വലിയ ഏൻഷ്യൻ വെപ്പൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബിക്കോസ് അതിൻ്റെ അത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിലായുള്ള മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളായിരിക്കും. ബട്ട് ഗൈസ് എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നമുക്ക് അധികം ഇൻഫർമേഷനും മറ്റു കാര്യം നമുക്ക് ഇതുവരെ നമ്മുടെ സീരീസിൽ ലഭിച്ചിട്ടില്ല. ബട്ട് ഗൈസ് ഇതിന് എവിടെയാണ് ഉള്ളതെന്നൊരു ചെറിയൊരു ഡെക്കറേഷൻ മറ്റു കാര്യങ്ങളിലേക്കുള്ള അതിൽ നമ്മുടെ ആ ഒരു വാണോ കൺട്രിയിലാണ് ഇതിൽ നമ്മുടെ ഒരു ഏൻഷ്യൻ വെപ്പണായ നമ്മുടെ സ്വന്തം പ്ലൂട്ടോൺ ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്ലൂട്ടോൺ എന്താ പറയുക ആ ഒരു വാണോ കൺട്രിയിൽ ലീവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ഈ ഏൻഷ്യൻ ബാറ്റിൽ ഷിപ്പ് ഉള്ളത്. ബിക്കോസ് അതിൻ്റെ ആ ഒരു ബാരിയറും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു വാണോ കൺട്രിയിൽ അതിനുണ്ട്. ആ ഒരു മറ്റ് പുറത്തുള്ള ലോകത്തിലേക്ക് ഒരു കണക്ഷൻ ഒന്നും മറ്റ് എന്താ പറയുക വേൾഡിന് വളരെ തൃപ്താവുന്ന കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു പ്ലൂട്ടോൺ തന്നെ ഷിപ്പിൽ വാണോ കൺട്രിയിൽ തന്നെ അങ്ങോട്ട് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ പൂട്ടി വെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി സാധിക്കും. സോ ഇനി അടുത്ത നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പൊസൈഡൻ ആണ്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഈ ഒരു സീരീസിൽ വെച്ചിരിക്കുന്ന ഒരു ഏൻഷ്യൻ വെപ്പൺ എന്ന് പറയാം. അത് സിമ്പിൾ നമ്മുടെ ഷിരാവുസി ആയിരുന്നു. അപ്പം ഷിരാവുസി റിയലി ജനിച്ചപ്പോൾ തന്നെ സ്പെഷ്യൽ എബിലിറ്റീസും മറ്റു കാലിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഷിരാവുസി നമ്മുടെ വേൾഡിലേക്ക് ജനിച്ചത്. സോ അങ്ങനെ വന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഷിരാവുസിയിലെ എബിലിറ്റി അനുസരിച്ച് നമ്മുടെ ആ ഒരു സീ കിങ്സിന് ഒരു കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എബിലിറ്റി ആണ് നമ്മുടെ ഷിരാവുസിക്കുള്ളത്. സോ ഷിരാവുസിക്ക് റിയലി എന്ന് വെച്ചാൽ ഒരു ഹാക്കി സംതിങ് ഒരു എബിലിറ്റീസിന് ഷിരാവുസിക്ക് ഉണ്ട്. ബിക്കോസ് നമ്മുടെ ആ ഒരു സീയിലുള്ള മറ്റു കാലിലൊക്കെ ഹീർ ചെയ്യാനും അങ്ങനത്തെ കുറേ കാലിലൊക്കെ നമ്മൾ ഷിരാവുസിക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഷിരാവുസി എന്ന് വെച്ചാൽ ഈ ഒരു ഷിരാവുസിയുടെ നേരത്തെ എബിലിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു വോയിഡ് സെഞ്ചുറി സമയത്ത് ഏതൊരു മെർമെയ്ഡ് പ്രിൻസസ്സായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ബട്ട് ഗൈസ് ആ ഒരു സമയത്ത് നമ്മുടെ വോയിഡ് സെഞ്ചുറി ആ ഒരു മെർമെയ്ഡ് പ്രിൻസസും മരിച്ചതിന് ശേഷം ആ ഒരു എന്താ പറയുക ഇത്ര കാലത്തിന് ശേഷം നമ്മൾ ഷിരാവുസി ജനിച്ചു. ആ ഒരു സമയത്താണ് നമ്മുടെ ഷിരാവുസിയും ഈ ഒരു എബിലിറ്റീസ് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു എബിലിറ്റി വളരെ വേറെ ലെവലുള്ള എബിലിറ്റിയാണ്. ബിക്കോസ് നമ്മുടെ സീ ആണ് നമുക്കറിയാം നമ്മുടെ ആ ഒരു വൺ പീസ് വേൾഡ് സീ ആണ് മെയിൻ സീ ആണ് മൊത്തത്തോടെ ചുറ്റി കിടക്കുന്നത്. അപ്പം സീയിലുള്ള ഒരു എല്ലാ സീ മോൺസ്റ്റേഴ്സിനും കൺട്രോൾ ചെയ്യാൻ സാധിച്ചത് നമുക്കറിയില്ല എത്രമാത്രം എബിലിറ്റി ഷിരാവുസിക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബട്ട് ഷിരാവുസി ഈസ് എ പൂവർ ഗേൾ. അവൾക്ക് റിയലി അവളുടെ ആ ഒരു എബിലിറ്റിയും അവളുടെ ആ ഒരു ഇത് എത്രമാത്രമാണെങ്കിലും അവൾക്ക് കൃത്യം അറിയത്തില്ല. ബട്ട് ഗൈസ് അത് അറിയുന്നവരുണ്ട്. സോ അവരുമായിട്ട് റിയലി ഒരു ഷിരാവുസി എപ്പോഴും റിയലി ഒരു ഡിസൻസിറ്റൊക്കെ നിൽക്കണം. അതൊക്കെ നമുക്കറിയാം. നമ്മുടെ സീരീസ് നമ്മൾ ഓടെ എത്രമാത്രം എന്നാ പറയാം നമ്മുടെ വൺ പീസ് തന്നെ റിയലി ഇങ്ങനെ റിയലി പറന്ന് പന്തിൽ കിടക്കുകയാണ്. സോ അങ്ങനെ നമുക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് റിയലി എത്തുക നമ്മൾ വരും ദിവസം നമുക്ക് കണ്ടുതരാം. സോ നമ്മൾ തോപ്പിക്കുന്ന വിട്ടുപോകുന്നു മാറ്റാൻ നമ്മൾ ഷിരാവുഷിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു പൊസൈഡൻ എന്നൊരു ഈ ഒരു എബിലിറ്റി റിയലി നമ്മൾ സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ട് സീരീസിലേക്ക് വരുന്നത് നമ്മുടെ ആ ഒരു സ്കൈപ്പി ആർക്കിൽ നമ്മുടെ ആ ഒരു ബോഡി ഗ്ലിഫിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് നമുക്ക് കണ്ട്. അതിനുശേഷം പിന്നെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫിഷ്മാനായിട്ട് ബോഡി ഗ്ലിഫോട് വായിച്ചിട്ടും അതിൽ കൺഫേം ആവുമായിരുന്നുണ്ടായിരുന്നു നമ്മുടെ ഷിരാവുഷിനെ കുറിച്ച്. സോ ഷിരാവുഷിയാണ് നമ്മുടെ ഈ ഒരു പൊസൈഡൻ എന്നൊരു ഏൻഷ്യൻ വെപ്പണിൽ റിയലി ഉടമയെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇവ നമ്മുടെ എന്താ പറയുക ഒരു സെക്കൻഡ് ലെജൻഡറി പ്രിൻസസ് എന്നൊക്കെ നമുക്ക് ഷിരാവുസിയെ കുറിച്ച് പറയാം. ബിക്കോസ് ഇറ്റ്സ് എ ലെജൻഡ് ഒന്നും പറയാനില്ല. ബിക്കോസ് നമ്മുടെ ആ അത്രമാത്രം എബിലിറ്റിയാണ് നമ്മുടെ പൊസൈഡൻ എന്നൊരു ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു കണ്ടു നമ്മൾ സീരീസിൽ ഷിരാവുസിൽ കരഞ്ഞ സമയത്ത് നമ്മുടെ ആ ഒരു സീ മോൺസ്റ്റേഴ്സ് ഒക്കെ വന്നു. സോ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഷിരാവുസി എത്രമാത്രം എബിലിറ്റി ഉള്ള ആളാണ് നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലൂഫിയുടെ ഒരു സീനിലേക്ക് കൂടെ നമുക്ക് അവസാനം വരാറുണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും വെച്ചാൽ. സോ ഇനി അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ട അവസാനത്തെ ഘട്ടത്തിൽ നമ്മുടെ യുറാനസിനെ കുറിച്ചാണ്. നമ്മൾ സീരീസ് ഏറ്റവും കൂടുതൽ ലീസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഏൻഷ്യൻ വെപ്പണാണ് നമ്മൾ യുറാനസ്. സോ ഇപ്പം നമ്മുടെ ആ ഒരു യുറാനസ് എന്നൊരു സാധനത്തെക്കുറിച്ച് ബട്ട് ഗൈസ് നമ്മൾ ഷോയിൽ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് അതിന് റീസൺ എന്ന് വെച്ചാൽ നമ്മൾ യുറാനസ് എന്ന വെപ്പൺ എന്ന് വെച്ചാൽ ഇത് ഒരു എന്താ പറയുക
ഞാൻ ഭയങ്കര ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയാം. നമ്മുടെ ലുലുഷ എന്നല്ലോ ആ ഒരു ഐലൻഡ് നശിപ്പിച്ച നമ്മുടെ ഇമ്മി നശിപ്പിച്ച ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു സ്കൈയിൽ നിന്നൊരു ബ്ലാസ്റ്റ് പറഞ്ഞ സാധനം റിലി താഴോട്ട് വന്നു. സോ ആ ഒരു ഇതാണ് റിലി, അതാണ് റിലി നമ്മുടെ യുറാനസ് എന്ന് പറഞ്ഞൊരു ഏൻഷ്യൻ വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഐലൻഡിനെ മൊത്തത്തോടെ ഇതിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉള്ളൊരു വെപ്പണാണ് റിലി യുറാനസ്. ഐലൻഡിനെ മൊത്തത്തോടെ വേൾഡിനെ നശിപ്പിക്കാം. ബിക്കോസ് ആ ഒരു ഒരു ഐലൻഡ് ഒറ്റത്തോടെ റിലി നശിപ്പിക്കുന്ന നമ്മുടെ ഇമ്മി റിലി നശിപ്പിക്കുന്ന നമ്മളൊരു സീരീസ് കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് സം സോർട്ട് ഓഫ് എനിക്ക് തോന്നുന്ന എന്തോ ഒരു എന്നാ പറയാം ഒരു മെഷീൻ ഓർ സംതിങ് ലൈക്ക് അങ്ങനെ ഒരു സാധനമാണെങ്കിൽ നമ്മുടെ യുറാനസ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വേൾഡിന് ചുറ്റുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വൺ പീസ് വേൾഡ് അത് എത്ര മാത്രമുണ്ട് നമ്മൾ അതിൻ്റെ ഒരു സീൻ മാത്രമേ ഇല്ല നമ്മുടെ സീരീസിൽ കണ്ടിട്ടുള്ളൂ. സോ അതിനെക്കുറിച്ച് നമുക്ക് ഒട്ടും കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻ അറിയിട്ടില്ല. ബട്ട് ഗൈസ് നമ്മുടെ ലുവിഷ കിങ്ഡത്തെ രീതി നശിപ്പിച്ച് നമ്മുടെ ഇമ്മി നശിപ്പിച്ച ആ സമയത്ത് നമുക്കറിയാം അതിൻ്റെ പവർ എത്രമാത്രം ഉണ്ട് എന്ന്, എത്രമാത്രം ബ്ലാസ്റ്റ് ആണ്. അങ്ങനത്തെ ഒരു ഐലൻഡ് ഉള്ളതിൻ്റെ കൂടി പ്രൂഫാണ് നശിപ്പിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻഷ്യൻ വെപ്പൺ കൊണ്ട് രീതിയിൽ നമ്മുടെ ഇന്ത്യയാണ് നശിപ്പിച്ചത്. സോ അതാണ് നമ്മുടെ എന്താ പറയുക യുറാനസിൻ്റെ കേസാണ്. അപ്പം ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാത്തിനോട് ചേർത്ത് പറയാൻ വേണ്ടി പോകുന്നു. സോ അത് ആദ്യമായിട്ട് നമ്മൾ പറയാൻ വേണ്ടി ഇതിൻ്റെ ഓരോ നെയിമുകളെ കുറിച്ചായിരിക്കും. സോ ഇതിൻ്റെ നെയിമുകളും മറ്റ് കാലങ്ങളിൽ കൊടുത്തിരിക്കുക നമ്മുടെ ആ ഒരു ഏൻഷ്യൻ ഗോഡുകളെ കുറിച്ച് കുറച്ച് പരാമർശിച്ചുകൊണ്ടാണ് നമ്മുടെ സീരീസിൽ ഓടെ കൊടുത്തിരിക്കുന്നത്. സോ അത് നമ്മൾ പ്ലൂട്ടോൺ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അണ്ടർ വേൾഡ് ഗോഡ് എന്നൊരു നെയിമാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. പിന്നെ പൊസൈഡൻ്റെ കേസ് കൊടുക്കാൻ അത് നമ്മുടെ റൂളർ ഓഫ് ദ സീ ആണ് ആ ഒരു വേർഡ്. പിന്നെ യുറാനസ് ആണ് നമ്മുടെ സ്കൈ റെസംബിൾ അല്ലെങ്കിൽ ഒരു സ്കൈ എംബർ എന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ യുറാനസ് പോകുന്നത്. സോ അപ്പം നമ്മുടെ സ്കൈപ്പ് ആറിനെ കുറിച്ചാണ് നമ്മൾ മാക്സിമം ഈ കാര്യങ്ങളൊക്കെ റിലി അറിയുന്നത്. ബട്ട് ഗൈസ് എന്നാ പറയുക നമ്മൾ വേൾഡിനെ മൊത്തമായി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ട് തിങ്ങാണ് റിലി ഒരു വേൾഡ് എന്നാ വേണ്ടി വെപ്പൺസ് എന്ന് പറയുന്നത്. സോ ഇത്ര മാത്രമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളൂ. ബിക്കോസ് എനിക്കും ഇത്ര നമുക്ക് വേസ്റ്റ് ഇൻഫർമേഷൻ ആണ് ഇത് കൊടുത്തു. പിന്നെ ബാക്കി മൊത്തം ഒരു അസംപ്ഷൻ തിയറീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സീരീസിൽ പോകുന്നത്. ബട്ട് ഗൈസ് ഈ ഒരു റിലി നമുക്ക് ഇതിൻ്റെ കൊക്കേഷൻ കാറ്റ് കാര്യം ഇത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു അവസാനം പറഞ്ഞ യുറാനസ് എന്ന് പറഞ്ഞ ഈ ഒരു എൻഷ്യൻ വെപ്പണിൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വേൾഡ് ഗവൺമെൻറ് അല്ല നമ്മുടെ ഇമ്മ്യൂസമ്മയാണ്. പിന്നെ നമ്മുടെ പൊസൈഡൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് ഷിരാഊസിയാണ്. ഇറ്റ്സ് അവളിൽ തന്നെയുള്ളൊരു എന്തോ ഒരു എബിലിറ്റിയാണ് ഇതിൽ ഷിരാഊസിക്കുള്ള ഒരു സംതിങ് ഹാക്കി സം സോർട്ട് ഓഫ് തിങ്സ്. ഓക്കെ സോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ വരുന്നത് നമ്മുടെ സ്വന്തം ലൂഫിയുടെ ആ ഒരു നിക്കാ റൂട്ടിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാനുള്ള മെയിനായിട്ട് കേസാണെന്ന് വെച്ചാൽ ബിക്കോസ് നമ്മുടെ ആ ഒരു ഫിഷ്മാൻ ആൻഡിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ലൂഫിക്കും റിലി അവരുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ആ സീ കിങ്സിൻ്റെ ഒരു സംസാരം ഇതിൽ ഹിയർ ചെയ്യാൻ പറ്റുന്നൊരു കേസ്. സോ അപ്പം ആ ഒരു റെസംബിൾ ആ ഒരു സീനിൽ നമ്മുടെ ലൂഫിയം വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ത്രെത്ത് തരാൻ വേണ്ടി അല്ലെങ്കിൽ വേൾഡിന് വളരെയധികം വലിയൊരു എന്താ പറയുക ത്രെത്തല്ല നമ്മുടെ വേൾഡിന് ഒരു എന്താ പറയുക വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് നമുക്ക് പറയാം. ബിക്കോസ് നമ്മുടെ എന്താ പറയുക നമ്മൾ ഗോൾഡി റോജറിനും റിയലി ഈ ഒരു എന്താ പറയുക നമ്മുടെ ഫിഷ്മാൻ ഐലൻഡിലേക്ക് പോയ സമയത്ത് നമ്മുടെ സീരീസ് റിയലി ഹീർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ ആ ഒരു അത് മാത്രമല്ല ഗോൾഡി റോജർ ഇനി ഒരു നോൺ ഡേവിൾ ഫുഡ് യൂസറാണ്, അത് വേറെ കാര്യം. അത് മാത്രമല്ല ബട്ട് ഗൈസ് നമ്മുടെ ഡേവിൾ ഫുഡ് യൂസർ അത് നമ്മുടെ നിക്കാ ഫ്രൂട്ടിനെ കൺസ്യൂം ചെയ്തിട്ട് നമ്മുടെ ലൂഫിക്ക് ഇതൊരു ഹീർ ചെയ്യാൻ പറ്റി അങ്ങനെ ആരെയും നോക്കുമ്പോൾ ഇറ്റ്സ് ഓൾസോ സംതിങ് സോർട്ട് ഓഫ് വൺ ടൈപ്പ് നിക്കാ ഫ്രൂട്ടിന് ഒരു റിസംബിൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നിക്കാ ഫ്രൂട്ട് എത്രമാത്രം പവർഫുൾ ആണ് എന്നതിനെ കുറിച്ചായിരിക്കും നമ്മുടെ സീരീസിൽ ഉദ്ദേശിച്ച ആ ഒരു ഫിഷ്മാൻ ഐലൻഡിൽ ആദ്യമേ തന്നെ. സോ അപ്പം ഈ നിക്കാ ഫ്രൂട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ നമ്മുടെ സ്വന്തം ജോയ്ബോയുടെ കേസ് തന്നെ നമ്മൾ പറയുന്നത്. ബിക്കോസ് ജോയ്ബോയ് ആണ് നമ്മുടെ സൺ ഗോഡ് നിക്ക എന്നൊരു ഡേവിൾ ഫുഡിൻ്റെ റിയൽ ഓണർ എന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ സൺ ഗോഡ് നിക്ക ഉണ്ടായത്. നമുക്കറിയാം നമ്മുടെ ജോയ്ബോയ് ഒരു വോയിഡ് സെഞ്ചുറി താമസിച്ച വ്യക്തി അതിൽ പറഞ്ഞ അത്ര സമയത്ത് മുമ്പ് നമ്മുടെ ഡേവിൾ ഫുഡ് കോൺസെപ്റ്റ് എന്നൊരു വൺ പീസ് വന്നിട്ടില്ല. ബട്ട് ഗൈസ് ജോയ്ബോയുടെ ആ ഒരു ഡെത്ത് സംഭവിച്ച സമയത്ത് എന്തൊക്കെയോ നടന്നിട്ടില്ല നമ്മുടെ ഡേവിൾ ഫുഡ്സ് മറ്റു കാലമൊക്കെ നമ്മുടെ സീരീസിലേക്ക് വരുമായിരുന്നു ചെയ്തിരുന്നത്. സോ പക്ഷേ നമ്മൾ അധികമായിട്ട് നമ്മളങ്ങ് പോയിട്ടില്ല. നമ്മൾ വലിയ തിയറിയും മറ്റു കാര്യം റെഡി അസംഷൻ ഒന്നും പറഞ്ഞിട്ടില്ല റിയലി. നമുക്കറിയാവുന്ന കുറച്ച് കോൺസെപ്റ്റുകൾ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ അടിച്ചിരിക്കും, അത് വിഷയമില്ല. പക്ഷേ നമ്മൾ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ വെപ്പണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എനിക്ക് നിൽക്കാനെ കുറിച്ച് പറയാൻ തോന്നിയോണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു അത്രേ ഉള്ളൂ വെച്ചാൽ മരം. സോ എടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ നമ്മൾ വൺ പീസ് കണ്ടൻസ് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കിലേക്ക് ഓൺ ആക്കുക. പിന്നെ വെച്ചാൽ പറയാം പുതിയ ടോപ്പിക്ക് നിങ്ങളാരും കമൻറ്റ് ചെയ്താൽ മറക്കല്ലേ കേട്ടോ. മാക്സിമം ലൈക്ക് അടി മനുഷ്യൻ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറയാം. സോ വെച്ചാൽ പറയാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.